ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. എന്തായാലും മണിക്കൂറുകൾ ഒരു മണിയാകുമ്പോൾ നിയമസഭ സാമാജികന്മാരുടെ സമ്മേളനം ചേരും. അപ്പോൾ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതോടെ മുഖ്യമന്ത്രി ആരെയും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ദീപദാസ് മുൻഷി കയ്യിൽ കരുതുന്ന കവറിനുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഡൽഹിയിലൊക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് ആ കവറിനുള്ളിൽ എന്താണ്? നേരത്തെ നമ്മുടെ നിരീക്ഷകരുടെ കവറിൻ്റെ പുറത്തുള്ള കടലാസൊക്കെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് പുറത്താക്കിയായിരുന്നു. അതുപോലെ ബൽറാമിന് അങ്ങനെയുള്ള അസുലഭമായ ഭാഗ്യമൊന്നും കിട്ടിയില്ലല്ലോ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾക്കിടെ പലതരത്തിലുള്ള സസ്പെൻസുകൾ ഒപ്പം തന്നെ കൗതുകകരമായ സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കേന്ദ്ര നിരീക്ഷകർ മടങ്ങുമ്പോൾ അവരുടെ കയ്യിലുള്ള പേപ്പർ അത് ഫോട്ടോയിൽ പതിയുകയും ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്ന വിവരം പരസ്യമാവുകയും ചെയ്തത്. അതോടുകൂടി തന്നെ ഈ ഒരു പ്രക്രിയ പരമാവധി രഹസ്യമാക്കാൻ ഉള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ചോരാതെ കാക്കുകയായിരുന്നു ഉണ്ടായത്. അതാണ് അവസാനഘട്ട ചർച്ചകളിൽ 2 പേർ മാത്രം, അത് ഒരു തരത്തിലും ഈ വിവരങ്ങൾ ചോരരുത് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും, ഈ 2 പേർ മാത്രമായിരുന്നു ഇന്നലെ വൈകിട്ട് അന്തിമ ചർച്ച നടന്ന മുറിക്കകത്ത് ഉണ്ടായിരുന്നത്. ഈ 2 പേർക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് ഒരു കവറിലാക്കി ദീപദാസ് മുൻഷിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കവറിൽ എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ദീപദാസ് മുൻഷിക്ക് പോലും അറിയുമോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.